പുത്രന്മാരും പുത്രിമാരുമായ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവൻ യാഗമായി. പ്രിയരെ, കർത്താവ് ചെയ്ത ഒരു പ്രവൃത്തിയും വെറുതെ ചെയ്തതല്ല. ഹല്ലേലൂയ. ലോകസ്ഥാപനത്തിന് മുമ്പേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ നിങ്ങളെയും പേർ ചൊല്ലി വിളിച്ച് എന്നെ നിങ്ങളെയും രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവന്ന് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് തന്റെ കരം പിടിച്ച്, ഹല്ലേലൂയ, ഇന്ന് പ്രഭാതത്തിൽ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരോഗ്യത്തോടെയാണ് വന്നിരിക്കുന്നത്. കർത്താവിന് സ്തുതി പറയാതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിങ്ങൾ കഴിച്ച മരുന്നിന്റെ ഗുണമല്ല. ഹല്ലേലൂയ, നിങ്ങൾ കഴിച്ച ഫുഡിന്റെ ഗുണമല്ല. ഇത് കർത്താവിന്റെ കൃപയാ. ഇത് കൃപയുടെ നേരമാ. കാൽവരി ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി സകലതും 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 ഒന്നും ബാക്കി വെക്കാതെ സകലതും നമുക്ക് വേണ്ടി പൂർത്തീകരിച്ചെങ്കിൽ ഇന്നത് വിശ്വസിക്കുക. ഇപ്പോൾ ഓൺലൈനായി ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇവിടുന്ന് വചനം അയക്കുകയാണ്. ഇന്ന് രോഗികൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ മിടുക്കല്ല, ഞങ്ങൾ ഉയർത്തുന്ന നാമത്തിന്റെ ശക്തിയാ, ഞങ്ങൾ ഉയർത്തുന്ന നാമത്തിന്റെ പരിപാടിയാ. ഇന്ന് ഈ സമയത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥന അയക്കുമ്പോൾ, ഞങ്ങളിപ്പോൾ കർത്താവിന്റെ വചനം അയക്കുമ്പോൾ രോഗികളായി ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ ലോക രാജ്യങ്ങളുള്ളവർക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ടെന്ന കർത്താവിന്റെ വചനപ്രകാരം ഇന്നിപ്പോൾ വചനം അയക്കുമ്പോൾ ഹല്ലേലൂയ, ബെഡിൽ കിടക്കുന്നവർ ചാടി എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. ഹോസ്പിറ്റൽ മുറിയിൽ ഇപ്പോൾ സാന്നിധ്യം ഇറങ്ങട്ടെ. ഹല്ലേലൂയ. ഡോക്ടേഴ്സിന്റെ കൂടെ അങ്ങയുടെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. നേഴ്സുമാരുടെ കൂടെ അങ്ങയുടെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഇല്ലെന്ന് പറഞ്ഞതിനെ ഉണ്ടെന്ന് പറയിപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ, ഇനി എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞതിനെ എഴുന്നേൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ വചനമയക്കുകയാണ്. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കാരണം കാൽവരി ക്രൂശിൽ അവൻ പറഞ്ഞു, ഞാൻ നിന്റെ രോഗത്തെ വഹിച്ചു, ഞാൻ നിന്റെ പാപത്തെ വഹിച്ചു, നിന്റെ സകല ശാപത്തെയും ഞാൻ മാറ്റിയെന്ന് കാൽവരി ക്രൂശിൽ യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെറ്റനസ്റ്റായി എന്ന വാക്കിന്റെ അർത്ഥം സകലതും നിവൃത്തിയായി എന്ന് തന്നെയാണ്. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളത് ഏറ്റെടുക്കുക. കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നു.